ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പ് ചേർക്കാതെ അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ സാമ്പാറിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി ഒന്ന് കുതിർത്തിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളി ഒന്ന് കുതിർന്ന് വരുമ്പോൾ പിഴിഞ്ഞെടുത്തിട്ട് വേണം സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ടുമല്ല, ഒരുപാട് വലുപ്പത്തിലും അല്ല. ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് തക്കാളിയാണ്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു തവി വെച്ചിട്ട് ഈ തക്കാളിയും സവാളയും എല്ലാം പറ്റുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. ഇനി കടുക് പൊട്ടി വരണം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂണിന്റെ പകുതി 1/8 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പോൾ 2-3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് സാമ്പാർ പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറി പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് കുറവാണ്. പൊടികളെല്ലാം മൂത്ത് നന്നായിട്ട് മുരിഞ്ഞു വരാനായിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് അതിന്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയും സവാളയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പാറിന് എത്ര കൊഴുപ്പ് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചു വരുംതോറും ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ചു വരണം. നമുക്ക് വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം പച്ചക്കറികളൊന്നും ഇല്ല, അങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഈ സമയത്ത് കറി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്